പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രമിന്റെ പ്രഹരമേറ്റ് ആകെ അവശനായി കിടക്കുന്ന ഇൻസ്പെക്ടർ സാബുവിനെ കാണാൻ വേണ്ടിയിട്ട് ആരും കാണാതെ ഒളിഞ്ഞും തെളിഞ്ഞതിന്റെ പുളിക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാബുവിന്റെ കിടപ്പ് കണ്ട് വല്ലാതെ അമ്പരന്ന് നിൽക്കുന്ന പുളിക്കൻ ശരിക്കും അങ്ങ് വിറച്ചുപോയി. കണ്ണു മിഴിച്ചു നോക്കുന്ന സാബുവിനെ നോക്കി പുളിക്കൻ പറയുന്നുണ്ട്, എന്റെ ഈശ്വര, സാറിനെ ഈ കോലത്തിലാക്കിയ ആ വിക്രം തന്നെയായിരിക്കുമല്ലേ? അവന്റെ കയ്യിൽ ഞാനെങ്ങാനും പെട്ടുകഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കുമല്ലോ. എന്ത് ആരോഗ്യമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു സാറ്. പത്രവാർത്ത കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ആ ശ്രീകാന്തും ചന്ദ്രശേഖരനും എന്നെ തപ്പി നടക്കുന്നുണ്ടാവും. അവരൊക്കെ എന്നെ കിട്ടിയാൽ ചിലപ്പോൾ അങ്ങ് തീർത്ത് കളയും. എല്ലാ സത്യങ്ങളും അറിയാവുന്നത് എനിക്കാണല്ലോ സർ. ഇപ്പോ എന്നെ രക്ഷിക്കാൻ ആരുമില്ലാതായി. ആ വിക്രത്തെ പോലീസ് പൊക്കിയാലോ അല്ലെങ്കിൽ വാസവന്റെ കയ്യിൽ കിട്ടിയിട്ട് അവൻ എന്തെങ്കിലും പറ്റിയാലോ മാത്രമേ എനിക്കൊന്ന് സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. പരിഭ്രമത്തോടെ നോക്കുന്ന സാബുവിന്റെ ഉള്ളിൽ വിക്രമിനെ ഓർക്കുമ്പോൾ പേടി നിറയാണ്. സാബുവിനെ അവിടെ ഇട്ടിട്ട് ആരും കാണാത്ത തുണി കൊണ്ട് മൂടി പുളിക്കൻ വേഗം അവിടെ നിന്നും മുങ്ങി. നേരെ ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തുണി കൊണ്ട് മുഖം മറച്ചു വെച്ചിരിക്കുന്ന പുളിക്കനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതാരാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇഷിത കാറിൽ കയറാൻ നോക്കുമ്പോൾ പുളിക്കൻ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, മാഡം, ഞാനും കൂടി ഇതിൽ കയറിക്കോട്ടെ? അടുത്ത ജംഗ്ഷൻ വരെ ഒന്ന് വിടാമോ എന്ന് ചോദിക്കും. എനിക്ക് നടക്കാൻ വയ്യ മാഡം. സാരമില്ല, കയറിക്കോളൂ എന്ന് ഇഷിത പറഞ്ഞുവെങ്കിലും അവൻ കാറിൽ കയറി. ജംഗ്ഷനിൽ എത്തിയപ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, മാഡം കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ വീടെത്തും, അവിടെ ഒന്ന് നിർത്താമോ എന്ന് ചോദിക്കും. ഇഷിത സമ്മതിച്ച് അവൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് വീടിന് മുന്നിൽ തന്നെ കാറ് നിർത്തി. ഇതാണോ നിങ്ങളുടെ വീട് എന്ന് ഇഷിത ചോദിക്കുമ്പോൾ, അതേ മാഡം, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ഇഷിത ചിരിച്ചുകൊണ്ട് തലയാട്ടി വിക്രമിനുള്ള മരുത്തുമായി വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ശ്രീകാന്ത് അവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ശങ്കരനാരായൺ പറയുന്നത്, വേദ എപ്പോഴും ഒരുമാതിരി ഇരിപ്പാണല്ലോ, ഇടയ്ക്ക് ഒന്ന് ആക്റ്റീവായതായിരുന്നു. പക്ഷേ വിക്രമിനെ കാണാനില്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ അവളുടെ സ്വഭാവം വീണ്ടും അങ്ങ് മാറി. അച്ഛൻ അറിയാമോ, കേസ് അന്വേഷിക്കുന്ന സാബുവിനെ വിക്രം ഇന്നലെ രാത്രി അടിച്ച് കാലുകളൊക്കെ ഒടിച്ചു കഴുത്ത് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണെന്ന് പറയാണ് ശ്രീകാന്ത്. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ അങ്ങ് ഞെട്ടി. വിക്രമാണോ ഇത് ചെയ്തത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതേ അച്ഛാ, അവൻ തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ വിക്രം കൊന്നുകളയുമെന്ന് പേടിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് അയാൾ അവന്റെ പേര് പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. വീട്ടുകാരെ തൊട്ടതിന്റെ പക തീർത്തതാണ് അവന്. ഇതെല്ലാം കേട്ട് ശങ്കരനാരായൺ വിശ്വസിക്കാൻ പോലും പറ്റാതെ ഇരിക്കുമ്പോഴാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ഇഷിതയെ കണ്ട ഉടനെ തന്നെ പത്മ ചോദിക്കുന്നത്, ആഹാ, ഇതാരാ? മോൾ എത്ര നാളായി കണ്ടിട്ട്? ശങ്കരേട്ടന് മനസ്സിലായോ? വേദയുടെ കൂടെ കോളേജിൽ പഠിച്ചതാണ്, ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്ന് പത്മ ഓർമ്മിപ്പിച്ചു. അഡ്വക്കേറ്റായ വേദയെയും ഡോക്ടറായ തന്നെയും കുറച്ച് തിരക്കുകളെക്കുറിച്ചും ഇഷിത സംസാരിച്ചു. വേദ മുകളിലുണ്ട് എന്നും പോയി കാണാനും ശങ്കരനാരായൺ പറയുന്നുണ്ട്. സർപ്രൈസ് കൊടുക്കാൻ ഇഷിത പതുക്കെ വേദയുടെ മുറിയിലേക്ക് പോയി. അവിടെ വേദ വിക്രമിന്റെ മുറിവിൽ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രമിന് വേദയോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്. നിന്റെ കൂടെ ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു രസം തോന്നുന്നുണ്ട് എന്നും നമ്മൾ കുറേ നാൾ കാണാതിരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ഇങ്ങനെ കാണാൻ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ വിക്രം പറഞ്ഞു. അന്നേരം വിക്രമിൻ എന്നെ ഒരുപാട് മിസ് ചെയ്തുവല്ലേ എന്ന് വേദ ചിരിച്ചുകൊണ്ട് ചോദിക്കാണ്. അത് മനസ്സിലായത് കൊണ്ടല്ലേ ചിന്നുവിനെയും കൂട്ടി നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് വിക്രം പറയുമ്പോൾ, പണ്ട് വിളിച്ചപ്പോൾ കൂടെ വരാത്തത് എന്തിനാണെന്ന് വിക്രം ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഡോറിൽ ആരോ ഒരു തട്ടുന്ന ശബ്ദം കേട്ടത്. വിക്രം അവിടെ നിന്നും മാറി നിൽക്കാണ്. വേദ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇഷിതയെ കണ്ടങ്ങ് ഞെട്ടി. ഏട്ടനോ അച്ഛനോ ആണെന്ന് കരുതിയിട്ട് നീ പേടിച്ചല്ലേ എന്ന് ഇഷിത ചിരിച്ചുകൊണ്ട് ചോദിക്കാണ്. ഹാ, നീ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല എന്ന് വേദ പറയുമ്പോൾ താഴെ അച്ഛനും അമ്മയും കണ്ട കാര്യവും ഇഷിത പറഞ്ഞു. വിക്രത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും വേദ അവളെ മുറിയിലേക്ക് കയറ്റി വാതിലങ്ങ് അടച്ചു. വരുണിനെ മറക്കാൻ പറ്റാത്ത വേദയുടെ വിഷമം ഇഷിത ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെ വിക്രം എന്ന് ചോദിക്കുമ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്കെത്തി. ആളിപ്പോൾ നല്ല സ്മാർട്ടായല്ലോ എന്ന് വിക്രമിന്റെ വേഷം കണ്ടുകൊണ്ട് തന്നെ ഇഷിത കളിയാക്കിക്കൊണ്ട് പറയാണ്. വിക്രമിനെ എത്ര നാളിങ്ങനെ ഒളിപ്പിച്ചു നിർത്താൻ പറ്റും? യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണ്ടേ എന്നും ചോദിക്കാൻ ഇഷിത. വിക്രമിന് ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നും ആ പുളിക്കനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തെളിയുമെന്നും വേദ പറയുന്നുണ്ട്. ശ്രീകാരൻ ശ്രീനിവാസന്റെ വലം കയ്യാതെ പുളിക്കനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അതേന്ന് വേദ മറുപടി നൽകി. താൻ നാളെ തന്നെ ഇവിടെ നിന്നും പോകുമെന്നും ആ പുളിക്കനെ തനിക്ക് കണ്ടെത്തണമെന്നും വിക്രം ഉറപ്പിച്ചു പറഞ്ഞു. എം.എൽ.എ. വാസവൻ പുളിക്കനെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അയാൾ വോട്ടുപിടുത്തത്തിന്റെ തിരക്കിലാവുമെന്നും വിക്രം പറഞ്ഞു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇഷിത മരുന്നുകളും ബാൻഡേഡുകളെല്ലാം വേദയ്ക്ക് കൈമാറി. ദീപ്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ മുറിയിൽ തന്നെയാണെന്ന് പറയാണ് വേദ. വരുണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ വേദയോട് ഇഷിത ആവശ്യപ്പെട്ടു. ഫോട്ടോകൾ നോക്കുന്നതിനിൽ അപ്രതീക്ഷിതമായി പുളിക്കന്റെ ഫോട്ടോ കണ്ട് ഇഷിത അങ്ങ് ഞെട്ടി.
ഇയാളെ ഞാൻ ഇന്ന് കണ്ടല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇയാൾ എന്റെ കാറിൽ കയറിയിരുന്നു എന്ന് ഇഷിത പറയാണ്. ഇത് കേട്ടപ്പോ വിക്രമും വേദയും അമ്പരന്നു. അവനിപ്പോ എവിടെയുണ്ടെന്നറിയാമോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഒരു വീടിന്റെ മുന്നിലാണ് ഇറക്കി വിട്ടത് എന്നും മുഖം മറച്ചുകൊണ്ടാണ് ഇരുന്നത് എന്നും ഇഷിത വിവരിച്ചു. വിക്രം അവൻ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം, എനിക്കിപ്പൊ തന്നെ അവനെ കിട്ടണമെന്ന് വിക്രം പറയുമ്പോൾ ഇഷിത ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. പകൽ പുറത്തിറങ്ങരുത് എന്നും രാത്രി ആരും കാണാതെ പോകണമെന്നും പറഞ്ഞു കൊടുത്തിന് ഇഷിത അവിടെ നിന്നും യാത്രയായി. ഇന്ന് തന്നെ പുളിക്കനെ പൊക്കി സത്യം പറയിപ്പിക്കണമെന്ന് വിക്രം തീരുമാനിക്കാണ്. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വിക്രമും വേദിയും പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അബദ്ധത്തിൽ വിക്രമിന്റെ കൈ തട്ടിയിട്ട് ഒരു ഫ്ലവർ വേസ് അങ്ങ് താഴേക്ക് വീണ് ശബ്ദമുണ്ടാവാണ്. ആരും ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പതുക്കെ വാ എന്ന് പറഞ്ഞ് വേദ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ശബ്ദം കേട്ട് ദീപ്തി ഉണർന്നിരുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കിയ ദീപ്തി കാണുന്നത് വിക്രത്തെയും കൂട്ടിയിട്ട് വേദ അവിടെ നിന്നും പോകുന്നു എന്നാണ്. ഇത് കണ്ട് ദീപ്തി ഞെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും അച്ഛനോടോ ശ്രീകാന്തിനോടോ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. വരുണിനെ കുത്തിയ വിക്രമിനോട് ദീപ്തിക്ക് അടങ്ങാനാവാത്ത പകയുണ്ടായിരുന്നു. വിക്രത്തിനോടുള്ള പ്രതികാരം വാസവനെ കൊണ്ട് തന്നെ തീർപ്പിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ദീപ്തി ഉടനെ തന്നെ വാസവനെ ഫോൺ വിളിച്ചു. വിക്രം എവിടെയുണ്ടെന്ന് തനിക്കറിയാമെന്നും അവൻ ദൂരെ എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നും വരുണിനെ കൊന്ന അവനെ വെറുതെ വിടരുത് എന്നും ദീപ്തി വാസവനോട് പറഞ്ഞു. അവനെ കൊല്ലാൻ താൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് വാസവൻ അവൾക്ക് മറുപടി നൽകി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വാസവനും ഗുണ്ടകളും വിക്രമിനെ പിടികൂടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ഇറങ്ങാണ്. പുളിക്കന്റെ വീടിനകത്തെത്തിയ വിക്രം വണ്ടി നിർത്തുന്നത് കണ്ട് പുളിക്കൻ ആകെ ഭയപ്പെട്ട് നിൽക്കാണ്. എന്നാൽ അവിടെ വാസവന്റെ ഗുണ്ടകളും എത്തുന്നുണ്ട്. വിക്രമും വാസവനും ഒരുമിച്ച് വരുന്നത് കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് തന്നെ പുളിക്കൻ മതിൽ ചാടി രക്ഷപ്പെടാൻ നോക്കി. വാസവനെ കണ്ട് വിക്രമും വേദിയും ഒന്ന് ഞെട്ടുന്നുണ്ട് എങ്കിലും വിക്രം വേഗം തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഗുണ്ടകളുടെ വണ്ടി പിന്തുടരുമ്പോൾ വിക്രം തന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് വാസവന്റെ വണ്ടിയുടെ ടയറങ്ങ് വെടിവെച്ചു. മറ്റു ഗുണ്ടകളെയും വിക്രം നേരിടുന്നുണ്ട്. അവിടെ നിന്നും രക്ഷപ്പെടുമ്പോൾ വേദക്ക് സമാധാനമുണ്ട് എങ്കിലും നമ്മൾ അവിടെയുള്ള കാര്യം വാസവൻ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ സംശയിച്ചു. വിക്രം പറയുന്നത് എത്ര നാൾ നമ്മളിങ്ങനെ ഒളിച്ചു കിടക്കും, എന്നാലും നിനക്കോ വീട്ടുകാർക്കോ ഒന്നും സംഭവിക്കരുത്. പുളിക്കനെ അവിടെ കണ്ടു എന്നും അവനെ കിട്ടിയാൽ മാത്രമേ ഇനി കാര്യങ്ങളൊക്കെ വ്യക്തമാവൂ എന്നും വിക്രം പറഞ്ഞു. ജോസഫിനെ വിളിച്ച് ഒരു ബൈക്ക് എത്തിക്കാൻ പറയാണ് വിക്രം. വിക്രമിനെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ വാസവൻ അവിടെ നിന്നിങ്ങനെ കത്തുമായിരിക്കും. രക്ഷപ്പെട്ട പുളിക്കൻ ഒടുവിൽ ചന്ദ്രശേഖരന്റെ വീട്ടിലേക്കാണ് അഭയം പ്രാപിക്കുന്നത്. ദർശൻ വാതിൽ തുറന്നപ്പോൾ പുളിക്കനെ കണ്ട് അമ്പരന്നു. അച്ഛനെ കാണണമെന്ന് പുളിക്കൻ പറയുമ്പോൾ അച്ഛനുമായി നിനക്ക് എന്താണ് ബന്ധമെന്നാണ് ദർശൻ ചോദിക്കുന്നത്. എന്റെ ജീവൻ അപകടത്തിലാണ് എന്നും വിക്രം എന്നെ കൊല്ലുമെന്നും പുളിക്കൻ പറഞ്ഞു കരഞ്ഞു. അവിടേക്ക് ചെന്ന ചന്ദ്രശേഖരൻ പുളിക്കനെ കണ്ട് ഞെട്ടി. വരുണിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അച്ഛൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ദർശൻ ചോദിക്കുമ്പോൾ ചന്ദ്രശേഖരൻ ആദ്യം അത് നിഷേധിച്ചു. എന്നാൽ പുളിക്കൻ സത്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ ഓരോന്നും ചെയ്തത്, ശ്രീകാന്ത് കൂടി ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ ചോദിക്കാണ് പുളിക്കൻ. ദർശൻ ഇതെല്ലാം കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുമായിരിക്കും. ശ്രീകാന്തിന്റെ അനിയത്തിയും വാസവന്റെ മകൻ വരുണും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് വരുണിനെ കൊല്ലാൻ നിങ്ങൾ തന്നെയല്ലേ പദ്ധതിയിട്ടെന്നും വാസവനെ കൊണ്ട് വിക്രമിനെ കൊല്ലിക്കാനല്ലേ അവന്റെ പേര് പറയാൻ എന്നോട് പറഞ്ഞത് എന്നും പുളിക്കൻ ചോദിച്ചു. ഇതിനായി കാശ് തന്ന കാര്യം അവൻ വെളിപ്പെടുത്തി. അച്ഛനിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങളെ എനിക്ക് വെറുപ്പാണെന്ന് ദർശൻ പറയാണ്. പുളിക്കന്റെ വാക്കെല്ലാം കേട്ടുകൊണ്ടതിന് ദർശൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയിരുന്നു. വരുണിനെ കുത്തിയത് സത്യത്തിൽ ഇൻസ്പെക്ടർ സാബുവാണെന്ന് പുളിക്കൻ പറയുമ്പോൾ വിക്രം നിരപരാധിയാണെന്ന് താൻ തെളിയിക്കുമെന്ന് ദർശൻ ഉറപ്പിച്ചു പറഞ്ഞു. പുളിക്കനെ കൂട്ടി ദർശൻ വാസവനെ കാണാൻ പോവാണ്. അച്ഛന്റെ പേരൊന്നും പറയണ്ട, പകരം ഇൻസ്പെക്ടർ സാബുവിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ദർശൻ പുളിക്കനോട് നിർദ്ദേശം നൽകി. ചന്ദ്രശേഖരൻ ഉടനെ തന്നെ ശ്രീകാന്തിനെ വിവരം അറിയിച്ചു. സത്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കുമെന്നും ഉടനെ തന്നെ ഇവിടെ നിന്നും സ്ഥലം വിടണമെന്നും ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു. വരുണിനെ കൊല്ലിപ്പിച്ചത് താനും അച്ഛനും കൂടിയിട്ടാണെന്ന് ശ്രീകാന്ത് വെളിപ്പെടുത്തുന്നത് കേട്ടുകൊണ്ട് തന്നെ വർഷ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. എന്നാൽ ഇതെല്ലാം മറഞ്ഞു നിന്ന് ദീപ്തിയും കേൾക്കുന്നുണ്ടായിരുന്നു. വരുണിനെ കുത്തിയത് ഇൻസ്പെക്ടർ സാബുവാണെന്നും അതിന് പിന്നിൽ നിന്നത് സ്വന്തം ചേട്ടനാണെന്നും അറിഞ്ഞ് ദീപ്തി ശരിക്കും അങ്ങ് തകർന്നു പോയി. വിക്രം നിരപരാധിയാണെന്ന് അവൾക്ക് മനസ്സിലായി. വാസവനെ വിളിച്ച് വരുണിനെ കൊന്നത് വിക്രമല്ല, ശ്രീകാന്തും അച്ഛനും കൂടി ചേർന്നിട്ടാണ് എന്ന സത്യം ദീപ്തി പറഞ്ഞു. അവരിപ്പോ ദർശന്റെ വീട്ടിലാണ് ഉള്ളത് എന്നറിഞ്ഞ ഉടനെ തന്നെ വാസവൻ അങ്ങോട്ടേക്ക് കുതിച്ചു. അവിടെ ദർശനും പുളിക്കനും വാസവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വരുണിനെ കുത്തിയത് ഇൻസ്പെക്ടർ സാബുവാണെന്ന് പുളിക്കൻ മൊഴി നൽകി. വിക്രം അവിടെ എത്തുമ്പോൾ വാസവൻ വിക്രമിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. വിക്രം നിരപരാധിയാണെന്ന് വ്യക്തമായതോടുകൂടി തന്നെ അവനെ വെറുതെ വിടാൻ വാസവൻ തീരുമാനിച്ചു. പുളിക്കനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കാൻ ദർശൻ തീരുമാനിക്കുന്നുണ്ട്.
പിന്നീട് വാസവൻ ദർശന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ പേടിച്ചു നിൽക്കുന്ന ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയുമാണ് കാണുന്നത്. സത്യം മനസ്സിലായതോടുകൂടി തന്നെ വാസവൻ അവരെ രണ്ടുപേരെയും കഴുത്തിന് പിടിച്ചങ്ങ് നിലത്തിട്ട് ചവിട്ടി. കൂടെ നിന്ന് ചതിച്ച് നിങ്ങളെയൊക്കെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് വാസവൻ തന്റെ തോക്കെടുത്ത് രണ്ടുപേരെയും വെടിവെച്ച് വീഴ്ത്താൻ നോക്കാണ്. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി തന്നെ വർഷയും അതുപോലെ ദർശനും ഇങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നീക്കുമായിരിക്കും. അപ്പോഴേക്കും വേദിയെ കൂട്ടിക്കൊണ്ട് തന്നെ വിക്രം അങ്ങോട്ടേക്ക് എത്തി. വരുണിനെ കൊല്ലാൻ പദ്ധതിയിട്ടത് സ്വന്തം ചേട്ടനാണ് എന്ന് ദീപ്തിയിൽ നിന്ന് തന്നെ അറിഞ്ഞ് വേദയും വിക്രമും ആകെ തകർന്നു പോയിരുന്നു. വിക്രം നിരപരാധിയാണെന്ന് അറിഞ്ഞുവെങ്കിലും സ്വന്തം വീട്ടുകാരുടെ ചതി അവർക്ക് താങ്ങാനായില്ല. വാസവൻ തന്റെ പക തീർത്ത് അവിടെ നിന്നു പോയി. ഇതേ സമയം വേദയും വിക്രമും പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടതിന് ഒരുമിച്ച് മുന്നോട്ട് പോവാൻ തീരുമാനിക്കുന്നോടത്താണ് കേട്ടോ രംഗം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.